Once again, all of you, welcome back to my YouTube channel. My name is Adra. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ആദ്ര. So now we are discussing the first chapter of ക്ലാസ് 9 CBSE സ്റ്റുഡൻസ്. ഓക്കെ, CBSE സിലബസിൽ 9th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന കുട്ടികളുടെ കെമിസ്ട്രിയുടെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ചാപ്റ്ററിന്റെ പേര് എന്ന് പറയുന്നത് മാറ്റർ ഇൻ അവർ സറൗണ്ടിങ്സ്. ഓക്കെ, മാറ്റർ ഇൻ അവർ സറൗണ്ടിങ്സ് എന്നാണ് നമ്മുടെ ചാപ്റ്ററിന്റെ പേര്. സോ ഇൻ അവർ പ്രീവിയസ് ക്ലാസ് വി ഡിസ്കസ്ഡ് അബൌട്ട് എഫക്ട് ഓഫ് ചേഞ്ച് ഓഫ് ടെമ്പറേച്ചർ. ഓക്കെ, അപ്പം എഫക്ട് ഓഫ് ചേഞ്ച് ഓഫ് ടെമ്പറേച്ചർ എന്നൊരു ടോപ്പിക്ക് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു. പക്ഷെ അതിനകത്ത് കുറച്ച് പോർഷൻസും കൂടെ എന്തോ ചെയ്യാനുണ്ട്, കവർ ചെയ്യാനുണ്ട്. ഓക്കെ, so now we are going to the same topic and we need to discuss it deeply once again. Okay, so please consider one camphor. നിങ്ങൾ എന്ത് കൺസിഡർ ചെയ്യുക? ക്യാംഫർ മീൻസ് എന്താ? കർപ്പൂരം. കർപ്പൂരം നമ്മൾ എല്ലാവരും വീട്ടിൽ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. ഇഫ് വി പ്രൊവൈഡ് ടെമ്പറേച്ചർ ടു ദാറ്റ് ക്യാംഫർ, നമ്മൾ ആ ക്യാംഫറിന് എന്ത് കൊടുക്കുന്നു? ടെമ്പറേച്ചർ മീൻസ് നമ്മൾ ആ ക്യാംഫർ ഒന്ന് കത്തിക്കുകയാണെന്ന് കരുതിയാൽ അത് എന്ത് സ്റ്റേറ്റിലേക്കാണ് ചേഞ്ച് ആവുന്നത്? അത് ഇപ്പൊ ക്യാംഫർ കത്തിക്കുന്നതിന് മുമ്പ് അതിന്റെ സ്റ്റേറ്റ് എന്താണ്? സോളിഡ് ആണ്. നമ്മൾ കത്തിച്ച് കഴിയുമ്പം അത് എന്തിലേക്കാണ് മാറുന്നത്? ഗേഷ്യസ് സ്റ്റേറ്റിലേക്കാണോ മാറുന്നത്, അതോ ലിക്വിഡ് സ്റ്റേറ്റിലേക്കാണോ കൺവേർട്ട് ചെയ്യുന്നത്? സോ നമ്മളത് കത്തിക്കുകയാകുമ്പോൾ നമുക്ക് അറിയാവുന്ന ഒരു കാര്യമായതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? അത് കത്തിച്ചതിന് ശേഷം ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് എന്ത് ചെയ്യുന്നില്ല? മാറുന്നില്ല. ഡയറക്റ്റ് അത് എന്തിലേക്കാണ് കൺവേർട്ട് ചെയ്യുന്നത്? ഗേഷ്യസ് സ്റ്റേറ്റിലേക്കാണ് കൺവേർട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ അപ്പം അടുത്തെന്ന് വെച്ചാൽ നാഫ്തലീൻ ബോൾസ്. ഒരു പക്ഷേ നിങ്ങൾക്ക് അറിയാമായിരിക്കും, പാറ്റ ഗുളിക നമ്മൾ പറയാറുണ്ട് അല്ലേ? അത് സോളിഡ് സ്റ്റേറ്റിലായിരിക്കുന്നത്. അത് എന്ത് ചെയ്യുന്നു? തന്നെ അങ്ങ് കൺവേർട്ട് ചെയ്തിട്ട് നോർമൽ അറ്റ്മോസ്ഫിയറിൽ നമ്മൾ വെച്ചാൽ മതി, പ്രത്യേകിച്ച് അതിന് ടെമ്പറേച്ചർ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് എന്ത് ചെയ്യുന്നുണ്ട്? കൺവേർട്ട് ചെയ്തിട്ട് ഗേഷ്യസ് സ്റ്റേറ്റിലേക്കാണ് മാറുന്നത്. അല്ലാണ്ട് അത് കൺവേർട്ട് ചെയ്ത് എന്താകുന്നില്ല? ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് വരുന്നില്ല. അതുപോലെ ഒരു വസ്തു തന്നെയാണ് അമോണിയം ക്ലോറൈഡ്. അമോണിയം ക്ലോറൈഡ് നമ്മൾ ലാബിലൊക്കെ ഉപയോഗിക്കാറുണ്ട്. ഈ അമോണിയം ക്ലോറൈഡ് നമ്മൾ ഒന്ന് ഹീറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ അത് ഒരിക്കലും ടെമ്പറേച്ചർ കൊടുത്തു കഴിയുമ്പം ആ സോളിഡ് സ്റ്റേറ്റിൽ ഉണ്ടായിരുന്ന അമോണിയം ക്ലോറൈഡ് കൺവേർട്ട് ചെയ്ത് ലിക്വിഡ് സ്റ്റേറ്റിൽ എത്തുന്നില്ല. അത് ഡയറക്റ്റ് ടെമ്പറേച്ചർ അനുസരിച്ച് എന്ത് ചെയ്യുകയാണ്? ഗേഷ്യസ് സ്റ്റേറ്റിലേക്കാണ് അങ്ങ് കൺവേർട്ട് ചെയ്യുന്നത്. അപ്പൊ അവിടെ ആ സോളിഡിനെ ഗേഷ്യസ് സ്റ്റേറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാനുള്ള എഫക്റ്റ് കൊടുത്തത് ആരാണ്? ടെമ്പറേച്ചർ ആണ്. അപ്പം ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാതെ ഡയറക്റ്റ് സോളിഡ് ഗ്യാസ് ആവുന്ന പ്രോസസ്സിന് നമ്മൾ പറയുന്ന പേരാണ് സബ്ലിമേഷൻ. ഓക്കെ, ദർ ഈസ് നോ ചേഞ്ച് ഇൻ ദാറ്റ് ലിക്വിഡ്. അത് എന്തിലേക്ക് മാറുന്നില്ല? സോളിഡ് കൺവേർട്ട് ചെയ്ത് ലിക്വിഡിൽ എത്താതെയാണ് എന്തിലേക്ക് കൺവേർട്ട് ആകുന്നത്? ഗ്യാസിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. അതിനെ നമ്മൾ പറയുന്ന പേരാണ് സബ്ലിമേഷൻ. അപ്പൊ അതിന്റെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ a change of state directly from solid to gas without change into a liquid state. Okay, sublimation എന്ന് വെച്ചാൽ a change of state. അപ്പം സ്റ്റേറ്റിന്റെ എന്താണ്? ഒരു ചേഞ്ച് ആണ്. ചേഞ്ച് ഓഫ് സ്റ്റേറ്റ്. അപ്പം ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് ആണ് ഡയറക്ട്ലി ഫ്രം സോളിഡ് ടു ഗ്യാസ്. അത് സോളിഡിൽ നിന്ന് എന്താണ് ആകുന്നത്? ഗ്യാസ് ആയിട്ട് മാറുന്നു. വിത്തൗട്ട് ചേഞ്ച് ഇൻ ലിക്വിഡ് സ്റ്റേറ്റ്. അത് എന്തിലേക്ക് കൺവേർട്ട് ചെയ്യുന്നില്ല? ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് വരാതെ ഡയറക്ട്ലി അത് എന്ത് ചെയ്യുകയാണ്? സോളിഡ് സ്റ്റേറ്റിൽ നിന്ന് ഗേഷ്യസ് സ്റ്റേറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണ്. ആ പ്രോസസ്സിന് നമ്മൾ പറയുന്ന പേരാണ് സബ്ലിമേഷൻ. അതിന് എക്സാമ്പിൾസ് നമ്മൾ പറഞ്ഞത് ക്യാംഫർ പറഞ്ഞിരുന്നു, നാഫ്തലീൻ ബോൾസ്, അമോണിയം ക്ലോറൈഡ്, ഇതെല്ലാം എന്തിന് എക്സാമ്പിൾ ആണ്? സബ്ലിമേഷൻ നടക്കുന്ന വസ്തുക്കൾക്ക് എക്സാമ്പിൾസ് ആണ്. ഇനി അപ്പൊ ഇതിന്റെ ഓപ്പോസിറ്റ് നടക്കണ്ടേ? അപ്പം സോളിഡ് ഡയറക്റ്റ് ഗ്യാസ് ആവുന്ന പ്രോസസ്സിന് നമ്മൾ പറഞ്ഞ പേര് സബ്ലിമേഷൻ. അങ്ങനെയാണെങ്കിൽ ഗ്യാസ് ലിക്വിഡ് ആകാതെ തിരിച്ച് എന്താകണം? സോളിഡ് ആകണം. ഗ്യാസ് ലിക്വിഡ് സ്റ്റേറ്റിൽ എത്താതെ ഡയറക്റ്റ് കൺവേർട്ട് ചെയ്ത് സോളിഡ് ആകുന്ന പ്രോസസ്സിന് നമ്മൾ പറയുന്ന പേരാണ് ഡിപ്പോസിഷൻ എന്ന് കേട്ടോ. അതിന് നമ്മൾ പറയുന്ന പേരാണ് ഡിപ്പോസിഷൻ എന്ന് പറയും. അപ്പൊ അതിന് ഒരുപാട് എക്സാമ്പിൾസ് ഒന്നും ഇല്ല പറയാൻ. ആകെ ഫ്രോസ്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാമായിരിക്കും, മഞ്ഞുകട്ട ഉണ്ടല്ലോ, അത് വേപ്പർ, നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ വേപ്പർ സ്റ്റേറ്റിലാണ് ഇരിക്കുന്നത്. അത് ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാതെയാണ് എന്താകുന്നത്? സോളിഡ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഡിപ്പോസിഷൻ പറയാവുന്ന ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് ഫ്രോസ്റ്റ് മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഡിപ്പോസിഷൻ എന്ത് ഡെഫിനിഷൻ പറയാം? എ ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് ഡയറക്ട്ലി ഫ്രം ഗ്യാസ് ടു സോളിഡ് വിത്തൗട്ട് ചേഞ്ച് ഇൻ ടു ലിക്വിഡ്. രണ്ടിടത്തും ആകാത്ത സ്റ്റേറ്റ് ഏതാണ്? ലിക്വിഡ് തന്നെയാണ്. സോളിഡ് ലിക്വിഡ് ആകാതെ ഗ്യാസ് ആവുന്ന പ്രോസസ്സിനെ പറയുന്ന പേര് സബ്ലിമേഷൻ. ഗ്യാസ് ലിക്വിഡ് ആകാതെ സോളിഡ് ആകുന്ന പ്രോസസ്സിനെ പറയുന്ന പേര് ഡിപ്പോസിഷൻ. സബ്ലിമേഷൻ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞിരുന്നു, ക്യാംഫർ പറഞ്ഞു, നാഫ്തലീൻ ബോൾസ്, അമോണിയം ക്ലോറൈഡ്, ഇതെല്ലാം എന്തിന് എക്സാമ്പിൾസ് ആണ്? സബ്ലിമേഷന് എക്സാമ്പിൾസ് ആണ്. ഇനി ഡിപ്പോസിഷൻ നമ്മൾ പറയുന്ന ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് ഫ്രോസ്റ്റ് മാത്രമേ ഉള്ളൂ. അപ്പം നമ്മൾ പറഞ്ഞത് ഡിപ്പോസിഷനും സബ്ലിമേഷനും ആയിരുന്നു. അപ്പം ഡിപ്പോസിഷനും സബ്ലിമേഷനും കാരണമാകുന്ന എഫക്റ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ടെമ്പറേച്ചർ തന്നെയായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ അത് രണ്ടും ഈ എഫക്ട് ഓഫ് ചേഞ്ച് ഓഫ് ടെമ്പറേച്ചറിൽ പറഞ്ഞു തീർക്കാന്ന് പറഞ്ഞത്. അപ്പൊ സബ്ലിമേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഇറ്റ്സ് എ ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് ഫ്രം
സോളിഡ് ടു ഗ്യാസ് വിത്തൗട്ട് ദ ചേഞ്ച് ഓഫ് ലിക്വിഡ്. ഓക്കെ, സോളിഡ് ടു ഗ്യാസ് ആകുന്നു, എന്ത് വരുന്നില്ല, വിത്തൗട്ട് ചേഞ്ച് ഇൻ ടു ലിക്വിഡ്. അത് ലിക്വിഡിലേക്ക് കൺവേർട്ട് ചെയ്യാതെ ഡയറക്റ്റ് സോളിഡ് ഗ്യാസ് ആവുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് സബ്ലിമേഷൻ എന്ന് പറയുന്നത്. ഇനി ഗ്യാസ് ഡയറക്ട്ലി എന്താകുന്നു, സോളിഡ് ആകുന്നു വിത്തൗട്ട് ദ ചേഞ്ച് ഓഫ് ലിക്വിഡ്. രണ്ടിടത്തും വരാത്ത സ്റ്റേറ്റ് അപ്പൊ എന്ത് തന്നെയാണ്, ലിക്വിഡ്. ഗ്യാസ് സോളിഡ് ആവുന്ന സ്റ്റേറ്റിനെ പറയുന്ന പേര് ഡിപ്പോസിഷൻ, സോളിഡ് ഡയറക്റ്റ് ഗ്യാസ് ആവുന്ന പ്രോസസ്സിനെ പറയുന്ന പേര് സബ്ലിമേഷൻ. ഓക്കെ, ഇത്രയുമാണ് നമുക്ക് എഫക്ട് ഓഫ് ടെമ്പറേച്ചറിനകത്ത് പറയാനുള്ളത്. ഓക്കെ, അപ്പം എഫക്ട് ഓഫ് ടെമ്പറേച്ചറിൽ നമുക്ക് പറഞ്ഞു തീർക്കാനുള്ള 2 പോയിന്റ് ആയിരുന്നു എന്തൊക്കെയാന്ന് പറയുന്നത്, ഈ പറഞ്ഞിരുന്ന സബ്ലിമേഷനും ഡിപ്പോസിഷനും. അതുകൊണ്ടാണ് അതങ്ങ് പറഞ്ഞ് തീർത്തത്. ഇനി നമ്മൾ അടുത്ത പറയാൻ പോകുന്നത് വെച്ചാൽ എഫക്ട് ഓഫ് ചേഞ്ച് ഓഫ് ടെമ്പറേച്ചർ. ഓക്കെ, നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് എഫക്ട് ഓഫ് ചേഞ്ച് ഓഫ് ടെമ്പറേച്ചർ അല്ല, പ്രഷർ. ഓക്കെ, എഫക്ട് ഓഫ് ചേഞ്ച് ഓഫ് പ്രഷർ. ഈ പ്രഷറിന് മാറ്ററിന്റെ സ്റ്റേറ്റിൽ എന്തെങ്കിലും ചേഞ്ച് വരുത്താൻ സാധിക്കും. നമ്മൾ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കാര്യമായിരുന്നു, മാറ്ററിന്റെ സ്റ്റേറ്റ് പലതാകാനുള്ള കാരണം പാർട്ടിക്കിൾസ് തമ്മിലുള്ള ഡിസ്റ്റൻസിനനുസരിച്ചാണ് ഇതിനകത്ത് എന്ത് ചെയ്യുന്നത്, അത് ഏത് സ്റ്റേറ്റ് ആണെന്ന് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത്. പാർട്ടിക്കിൾസ് വളരെ അടുത്താണെങ്കിൽ അത് സോളിഡ് ആയിരിക്കും, അത്യാവശ്യം ഡിസ്റ്റൻസ് ഉണ്ടെങ്കിൽ അത് ലിക്വിഡ് ആയിരിക്കും, വളരെയധികം ഡിസ്റ്റൻസ് ഉണ്ടെങ്കിൽ അത് ഗ്യാസ് ആയിരിക്കും. അപ്പം ഒരു വസ്തുവിന്റെ സ്റ്റേറ്റ് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിനകത്ത് പാർട്ടിക്കിൾസ് തമ്മിലുള്ള ഡിസ്റ്റൻസിന്റെ ബേസിലാണ് അത് സോളിഡ് ആണോ ലിക്വിഡ് ആണോ ഗ്യാസ് ആണോ നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത്. അപ്പം ഇനി ഈ പ്രഷറിന് ഈ സോളിഡും ലിക്വിഡും ഗ്യാസും ഈ ഒരു ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ എന്തെങ്കിലും എഫക്റ്റ് ഉണ്ടോ എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾ കരുതുക നമ്മളൊരു സിലിണ്ടർ എന്ന് കരുതാം. അപ്പൊ സിലിണ്ടറിനകത്ത് നമ്മൾ എന്ത് നിറച്ചിരിക്കുന്നത്, ഏതോ ഒരു ഗ്യാസ് നിറച്ചു വെച്ചിരിക്കാം. പക്ഷെ അപ്പൊ നിങ്ങൾ ജസ്റ്റ് കൺസിഡർ ചെയ്യുക, ഇതെന്താണ് കൺസിഡർ ചെയ്യുക, നിങ്ങളൊരു സിലിണ്ടർ ആണെന്ന് കൺസിഡർ ചെയ്യുക. ഓക്കെ, അപ്പൊ നമ്മൾ എടുത്തിരിക്കുന്ന ഒരു സിലിണ്ടർ ആണെന്ന് നിങ്ങൾ കൺസിഡർ ചെയ്യുക. അതിനകത്ത് നമ്മൾ എന്ത് നിറച്ചിട്ടുണ്ട്, ഒരു ഗ്യാസ് നിറച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ഇതിനകത്ത് ഒരു ഗ്യാസ് നിറച്ച് വെച്ചിരിക്കുകയാണ്. ഇത്രയും പോർഷൻ ഗ്യാസ് നമ്മൾ നിറച്ച് വെച്ചിട്ടുണ്ട്. അപ്പം ഇതൊരു പിസ്റ്റൺ ആണെന്ന് കൺസിഡർ ചെയ്യൂ. എല്ലാം നിങ്ങൾ കൺസിഡർ ചെയ്യണം കേട്ടോ. അപ്പൊ നമ്മൾ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു പിസ്റ്റൺ വെച്ചിട്ടുണ്ട്. അപ്പം ഈ പിസ്റ്റണിനകത്ത് നമ്മൾ താഴോട്ട് പ്രഷർ കൊടുക്കാം. ഓക്കെ, നമ്മൾ പ്രഷർ ഗ്യാസിൽ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് ഇത് താഴോട്ട് എന്ത് ചെയ്യണം, മൂവ് ചെയ്യണ്ടേ. ഈ ഗ്യാസിനകത്ത് നമ്മളൊരു പ്രഷർ കൊടുക്കുമ്പം ഇത് എന്ത് ചെയ്യും, താഴെ ഭാഗത്തോട്ട് മൂവ് ചെയ്യും. അപ്പൊ അതിനകത്ത് പാർട്ടിക്കിൾസ് എന്ത് ചെയ്തു, അടുത്തടുത്ത് വരും. ആണല്ലോ അല്ലെ, ഇത് താഴോട്ട് പോവുക മീൻസ് ഈ ഇത്രയും എടുത്ത വോളിയം, അതിന്റെ വോളിയം എന്ത് ചെയ്തുകൊണ്ടിരിക്കുക, കുറഞ്ഞുകൊണ്ടിരിക്കുക. വോളിയം കുറയുന്നതിനനുസരിച്ച് പാർട്ടിക്കിൾസ് എന്തായി വരും, വളരെ ക്ലോസ് ആയിട്ട് വരികയാണ് ചെയ്യുന്നത്. അപ്പം അത് ആരുടെ ഒരു എഫക്റ്റ് ആണ്, പ്രഷറിന്റെ ഒരു എഫക്റ്റ് ആണ്. പ്രഷർ നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ആ പാർട്ടിക്കിൾസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ത് ചെയ്യും, കുറഞ്ഞ് വരും. അപ്പൊ ഡിസ്റ്റൻസ് കുറയുന്നു മീൻസ് എന്ത് സംഭവിക്കുന്നുണ്ട്, അവിടെ ഒരു ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് സംഭവിക്കണം. ആണല്ലോ, ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് സംഭവിക്കണം. ഇങ്ങനെ ഗ്യാസിൽ നമ്മൾ പ്രഷർ കൊടുക്കുകയാണെങ്കിൽ അത് എന്തായി മാറുന്നുണ്ട്, ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് കൺവേർട്ട് ചെയ്യും. അതാണ് നമ്മളെല്ലാം വീട്ടിൽ യൂട്ടിലൈസ് ചെയ്യുന്ന നമ്മുടെ LPG എന്ന് പറയുന്ന ഒരു വസ്തു ഉണ്ടല്ലോ, നമ്മൾ ഗ്യാസ് എന്ന് പറയില്ലേ, LPGയുടെ ഫുൾ ഫോം ആണ് ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ്. ഓക്കെ, അപ്പൊ അവിടെ തന്നെ ഉണ്ട് എന്താണ്, ലിക്വിഫൈഡ്. അത് ഗ്യാസ് ആയിരുന്നു, പെട്രോളിയം ഗ്യാസ് ആയിരുന്നു. അതിന് നമ്മൾ എന്ത് ചെയ്തെടുത്തിരിക്കുകയാണ്, ലിക്വിഫൈ ചെയ്തെയാണ്. എങ്ങനെ, പ്രഷർ അപ്ലൈ ചെയ്തിട്ടാണ് അത് എന്ത് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്തിരിക്കുന്നത്, ലിക്വിഡ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, പ്രഷർ അപ്ലൈ ചെയ്യുമ്പം എന്ത് പറ്റുന്നുണ്ട്, ഗ്യാസ് ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഗ്യാസ് എന്ത് ചെയ്യും, ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് കൺവേർട്ട് ചെയ്യും എന്നത് നമുക്ക് ആ പ്രഷറിന്റെ എഫക്റ്റിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും, കൺക്ലൂഡ് ചെയ്യാൻ സാധിക്കും. അപ്പൊ പ്രഷറിന് ഒരു എഫക്റ്റ് ഉണ്ട്, മാറ്ററിന്റെ സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യാൻ ഒരു എഫക്റ്റ് ആർക്കുണ്ട്, പ്രഷറിനും ഉണ്ട്. അപ്പൊ നമ്മൾക്ക് ഒരു ഡെഫിനിഷൻ കൂടെ ഒന്ന് നോക്കാം. എന്താണെന്ന് വെച്ചാൽ അപ്ലൈയിങ് പ്രഷർ ആൻഡ് reducing temperature can liquefy gases. Okay, applying pressure and reducing temperature can liquefy gases. എന്തൊക്കെയാണ് അപ്ലൈയിങ് പ്രഷർ, എന്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുക, പ്രഷർ അപ്ലൈ ചെയ്യണം. എന്ത് റെഡ്യൂസ് ചെയ്യണം, ടെമ്പറേച്ചർ റെഡ്യൂസ് ചെയ്യണം. അപ്പോൾ ഗ്യാസ് എന്തായി മാറും, ലിക്വിഡ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യും. അപ്ലൈയിങ് പ്രഷർ ആൻഡ് റെഡ്യൂസിങ് ടെമ്പറേച്ചർ ക്യാൻ ലിക്വിഫൈ ഗ്യാസസ്. അപ്ലൈയിങ് പ്രഷർ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യുക. ആൻഡ് റെഡ്യൂസിങ് ടെമ്പറേച്ചർ എന്ത് ചെയ്യണം, റെഡ്യൂസ് ചെയ്യണം.
ക്യാൻ ലിക്വിഫൈ ഗ്യാസസിനെ എന്താക്കുന്നുണ്ട്, ലിക്വിഡ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. അത് ആരുടെ എഫക്റ്റ് ആണ്, പ്രഷറിന്റെ ഒരു എഫക്റ്റ് ആണ്. സ്റ്റേറ്റിനകത്ത് മാറ്ററിന്റെ ആ ഒരു സ്റ്റേറ്റിൽ ചേഞ്ച് വരുത്താനുള്ള പ്രഷറിന്റെ എഫക്റ്റ് ആണ് ആ പറഞ്ഞത്. അപ്ലൈയിങ് പ്രഷർ ആൻഡ് റെഡ്യൂസിങ് ടെമ്പറേച്ചർ ക്യാൻ ലിക്വിഫൈ ഗ്യാസസ്. പ്രഷർ നമ്മൾ കൂട്ടിക്കൊടുക്കുകയും ടെമ്പറേച്ചർ കുറയ്ക്കുകയും ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഗ്യാസിനെ ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാൻ സാധിക്കും. അതുമായി റിലേറ്റ് ചെയ്ത ഒരെണ്ണമാണ് ഡ്രൈ ഐസ് എന്ന് പറയുന്ന ഒരു വസ്തുണ്ട്. ഡ്രൈ ഐസ് എന്ന് വെച്ചാൽ കാർബൺ ഡയോക്സൈഡ് ഉണ്ടല്ലോ, കാർബൺ ഡയോക്സൈഡ് ഗ്യാസിൽ നമ്മൾ ഒരുപാട് പ്രഷർ കൊടുക്കുമ്പോൾ അത് എന്ത് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യും, ഒരു സോളിഡ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യും. ഹൈ പ്രഷറിലാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, ഈ കാർബൺ ഡയോക്സൈഡിനെ സോളിഡ് ഫോമിൽ വെച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് അതിനെ നമ്മൾ എന്തെന്ന് പറയുന്നത്, ഡ്രൈ ഐസ് എന്ന് പറയുന്നത്. ഡ്രൈ ഐസ് എന്നാണ് അതിനെ പറയുന്നത്. ഇനി നമ്മൾ ഇതിനകത്തെ ആ പ്രഷർ അങ്ങ് റിലീസ് ചെയ്യാന്നുണ്ടെങ്കിൽ ഇത് ഡയറക്റ്റ് ഈ സോളിഡ് ഫോമിൽ നിന്ന് എന്തിലേക്ക് അങ്ങ് മാറും, ഗേഷ്യസ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യും. അപ്പം ഡ്രൈ ഐസ് എന്ന് വെച്ചാൽ എന്താണ്, ഒരുപാട് പ്രഷർ കൊടുത്ത് കാർബൺ ഡയോക്സൈഡിനെ നമ്മൾ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഫോമാണ് ഡ്രൈ ഐസ്. അതിന്റെ സ്റ്റേറ്റ് എന്താണ്, സോളിഡ് ആണ്. പ്രഷർ നമ്മൾ ഒരുപാട് അപ്ലൈ ചെയ്തപ്പോൾ അത് ഗേഷ്യസിൽ നിന്ന് എന്തിലേക്കാണ് മാറിയത്, സോളിഡ് സ്റ്റേറ്റിലേക്ക് മാറി. ആ ഒരു ഫോമിനെയാണ് എന്തെന്ന് പറയുന്നത്, ഡ്രൈ ഐസ്. ഇപ്പം പ്രഷർ അപ്ലൈ ചെയ്യുമ്പോൾ നോർമലി എന്താകണം, ലിക്വിഡ് ആകണം, പിന്നെ അത് എന്താകണം, സോളിഡ് ആയിട്ട് മാറണം. അങ്ങനെയാണെങ്കിൽ ഹൈ പ്രഷറിൽ കാർബൺ ഡൈ ഓക്സൈഡിനെ സ്റ്റോർ ചെയ്ത് വെക്കുമ്പോൾ ഏത് സ്റ്റേറ്റ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്, സോളിഡ് സ്റ്റേറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. ആ ഐസിനെ പറയുന്ന പേരാണ് ഡ്രൈ ഐസ്. ഇനി നമ്മൾ ആ പ്രഷർ അങ്ങ് റിലീസ് ചെയ്ത് അല്ലെങ്കിൽ ആ പ്രഷർ നമ്മൾ റെഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ ഈ സോളിഡ് സ്റ്റേറ്റിൽ നിന്ന് ഡയറക്റ്റ് എന്തായി മാറും, ഗേഷ്യസ് സ്റ്റേറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് എന്താണ്, സോളിഡ് ടു ഗ്യാസിലേക്കാണ് എന്ത് ചെയ്യുന്നത്, കൺവേർട്ട് ചെയ്യുന്നത്. അപ്പൊ അത് എന്തിനൊരു എക്സാമ്പിൾ ആണ്, സബ്ലിമേഷൻ എക്സാമ്പിൾ ആണ്. എന്ത്, സോളിഡ് കാർബൺ ഡൈ ഓക്സൈഡ് ഗേഷ്യസ് സ്റ്റേറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത് സബ്ലിമേഷൻ ഒരു എക്സാമ്പിൾ ആണ്. അപ്പൊ നമുക്ക് ഒരു കാര്യം ഇതിൽ നിന്ന് എല്ലാം എന്ത് ചെയ്യാൻ പറ്റും, കൺക്ലൂഡ് ചെയ്യാൻ സാധിക്കും. എന്താണെന്ന് വെച്ചാൽ we can say that pressure and temperature determine the state of substances. Okay, pressure and temperature determines the states of substances. വസ്തുക്കളുടെ സ്റ്റേറ്റ് ഡിറ്റർമൈൻ ചെയ്യുന്ന ആരാണ്, pressure and temperature. Pressure and temperature determine the state of substances. Substancesന്റെ സ്റ്റേറ്റ് ഡിറ്റർമൈൻ ചെയ്യുന്നത് പ്രഷറിന്റെയും ടെമ്പറേച്ചറിന്റെയും ആ ഒരു എഫക്റ്റിന്റെ ബേസിലാണ് എന്തെന്ന് പറയുന്നത്, ആ സബ്സ്റ്റൻസിന്റെ സ്റ്റേറ്റ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിറ്റർമൈൻ ചെയ്യുന്നത്. അപ്പൊ പ്രഷറിനും എന്തുണ്ട്, ചേഞ്ച് ഓഫ് സ്റ്റേറ്റിൽ ഒരു എഫക്റ്റ് കൊടുക്കാൻ സാധിക്കും. ഹൈ പ്രഷറിൽ നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡിനെ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഫോമിനെ പറയുന്ന പേരാണ് എന്ത്, ഡ്രൈ ഐസ് എന്ന് പറയുന്നത്. ഇനി ആ പ്രഷർ നമ്മൾ റിലീസ് ചെയ്യാൻ മീൻസ് പാർട്ടിക്കിൾസ് എന്ത് ചെയ്യും, കുറേ കൂടെ ഫ്രീ ആകും. അങ്ങനെ ആകുമ്പോൾ ഡയറക്റ്റ് ആ എന്ത് ഫോമിൽ നിന്ന്, സോളിഡ് സ്റ്റേറ്റിൽ നിന്ന് അത് ഗേഷ്യസ് സ്റ്റേറ്റിലേക്ക് കൺവേർട്ട് ചെയ്യും. സോളിഡിൽ നിന്ന് ഗേഷ്യസിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് എന്ത്, സബ്ലിമേഷൻ എന്ന് പറയുന്നത്. അപ്പം ഇതെല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് നമുക്കൊരു ഫ്ലോ ചാർട്ട് പറയാനുണ്ട്. അതിന് നമുക്ക് പറഞ്ഞ കാര്യങ്ങൾ ഒന്നും കൂടെ എന്ത് ചെയ്യാം, ഒന്ന് കൺക്ലൂഡ് ചെയ്യാം. അപ്പൊ സബ്ലിമേഷൻ എന്ന് വെച്ചാൽ എന്തായിരുന്നു, ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് ഓഫ് മാറ്റർ. അപ്പം അതെന്താണ്, ഒരു ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് ആണ്. എവിടെ നിന്ന്, a change of state directly from solid to gas. Okay, a change of state from a change of state directly from solid to gas. Directly from solid to gas. സോളിഡിൽ നിന്ന് ഡയറക്റ്റ് ഗ്യാസ് ആയി മാറുന്ന ആ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ് സബ്ലിമേഷൻ. Then a change of state directly from gas to solid is known as ഡിപ്പോസിഷൻ. അതിന് നമ്മൾ പറയുന്ന പേരാണ് ഡിപ്പോസിഷൻ എന്ന് പറയുന്നത്. സബ്ലിമേഷൻ എക്സാമ്പിൾ പറയുമ്പം ക്യാംഫർ, നാഫ്തലിൻ ബോൾസ്, അമോണിയം ക്ലോറൈഡ് എല്ലാം എന്തിന് എക്സാമ്പിൾ ആണ്, സബ്ലിമേഷൻ എക്സാമ്പിൾ ആണ്. ഡിപ്പോസിഷൻ നമ്മളൊരു ഫ്രോസ്റ്റ് അല്ലെങ്കിൽ മഞ്ഞുകട്ട മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇനി നമ്മൾ പറയുന്ന എഫക്ട് ഓഫ് ചേഞ്ച് ഓഫ് പ്രഷർ പറയുമ്പം പ്രഷർ അപ്ലൈ ചെയ്യുന്നതിനനുസരിച്ച് ഗേഷ്യസ് സ്റ്റേറ്റ് ലിക്വിഡിലേക്ക് കൺവേർട്ട് ചെയ്യും. അതിൽ ഒരുപാട് പ്രഷർ അപ്ലൈ ചെയ്യുമ്പം അത് എന്തിലേക്ക് കൺവേർട്ട് ചെയ്യണം, സോളിഡ് സ്റ്റേറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. അങ്ങനെ ഒരു ഫോമാണ് ഡ്രൈ ഐസ്. അതല്ലെങ്കിൽ ഹൈ പ്രഷറിൽ നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസിനെ സ്റ്റോർ ചെയ്യുമ്പോൾ അത് സോളിഡ് ഫോമിലാണ് കിട്ടുന്നത്. അതിനെ നമ്മൾ എന്തെന്ന് പറയുന്നത്, ഡ്രൈ ഐസ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ആ പ്രഷർ റിലീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ സോളിഡ് ഫോമിൽ നിന്ന് ഡയറക്റ്റ് ഗേഷ്യസ് സ്റ്റേറ്റിലേക്ക് കൺവേർട്ട് ചെയ്യും. അപ്പോൾ അവിടെ നടക്കുന്ന പ്രോസസ്സാണ് എന്ത്, സബ്ലിമേഷൻ എന്ന് പറയുന്നത്. ഇനി ഇതെല്ലാം കൂടെ നമുക്ക്, അപ്പം ഒരു കാര്യം കൂടി ഉണ്ടായിരുന്ന എന്താണ്, ദ സ്റ്റേറ്റ് ഓഫ് മാറ്റർ ഡിറ്റർമൈൻഡ് ബൈ ദ എഫക്ട് ഓഫ് പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ. ഓക്കെ, ഒരു വസ്തുവിന്റെ അല്ലെങ്കിൽ ഒരു മാറ്ററിന്റെ സ്റ്റേറ്റ് ഡിറ്റർമൈൻ ചെയ്യുന്നത് പ്രഷറിന്റെയും ടെമ്പറേച്ചറിന്റെയും എഫക്റ്റിന്റെ ബേസിലാണ്. ഓക്കെ, thus we can say that pressure and temperature determine the state of substances. Pressure and temperature determine the state of substances. പ്രഷറും ടെമ്പറേച്ചറും ആണ് ഒരു മാറ്ററിന്റെ സ്റ്റേറ്റ് ഡിസൈഡ് ചെയ്യുന്നത്. ഇപ്പൊ നമുക്കിനി ഈ മൂന്ന് സ്റ്റേറ്റും കൂടെ എന്ത് ചെയ്യാം, ഒന്ന് കൺക്ലൂഡ് ചെയ്യാം. അപ്പം സോളിഡ് ഉണ്ട്, ലിക്വിഡ് ഉണ്ട്, ഗ്യാസ് ഉണ്ട്. ഓക്കെ, സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇനി സോളിഡ് ലിക്വിഡ് ആവുന്ന പ്രോസസ് നമ്മൾ എന്തെന്നാ പറയുന്നത്, ഫ്യൂഷൻ.
ഓക്കെ, ദ പ്രോസസ് ഓഫ് കൺവേർഷൻ ഓഫ് സോളിഡ് ടു ലിക്വിഡ് ഈസ് നോൺ ആസ് ഫ്യൂഷൻ. അപ്പം അവിടെ കൊടുത്ത എഫക്ട് എന്താണ്? ടെമ്പറേച്ചർ കൊടുക്കുമ്പോഴാണ് സോളിഡ് എന്തായി മാറുന്നത്? ലിക്വിഡ് ആയിട്ട് മാറുന്നത്. സോളിഡ് ദ കൺവേർഷൻ ഓഫ് സോളിഡ് ടു ലിക്വിഡ് ഈസ് നോൺ ആസ് ഫ്യൂഷൻ. സോളിഡ് ലിക്വിഡ് ആവുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് ഫ്യൂഷൻ. അവിടുത്തെ എഫക്ട് ടെമ്പറേച്ചർ ആണ്. ഇനി ലിക്വിഡ് ടു ഗ്യാസ്. ഓക്കെ, ലിക്വിഡ് ഗ്യാസ് ആവുന്ന പ്രോസസ്സിനെ നമ്മൾ എന്താണ് പറയുന്നത്? വേപ്പറൈസേഷൻ. ലിക്വിഡ് ഗ്യാസ് ആവുന്ന പ്രോസസ്സിനെ പറയുന്ന പേര് വേപ്പറൈസേഷൻ. അവിടുത്തെയും എഫക്ട് എന്ത് തന്നെയാണ്? ടെമ്പറേച്ചർ ആണ്. ഇനി ഗ്യാസ് സോളിഡ് ആവുന്ന പ്രോസസ് നമ്മൾ എന്താ പറഞ്ഞത്? സബ്ലിമേഷൻ. ഗ്യാസ് സോളിഡ് ആക്കുന്ന പ്രോസസ്സിനെ പറഞ്ഞ പേര് സബ്ലിമേഷൻ. ഡയറക്റ്റ് ഗ്യാസ് സോളിഡ് ആവുന്നതല്ല, സോളിഡ് ഗ്യാസ് ആവുന്ന പ്രോസസ് ആണ് എന്തെന്ന് പറയുന്നത്? സബ്ലിമേഷൻ എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞത് തെറ്റാണ്. സോളിഡ് ഗ്യാസ് ആവുന്ന പ്രോസസ്സിനെ പറയുന്ന പേര് സബ്ലിമേഷൻ. സോളിഡ് ഗ്യാസ് ആവുന്ന പ്രോസസ്സിനെ പറയുന്ന പേര് സബ്ലിമേഷൻ. ഇനി നമുക്ക് അതിന്റെ എല്ലാം തിരിച്ചൊന്ന് നോക്കാം. ഓക്കെ, അപ്പം സോളിഡ് ലിക്വിഡ് ആവുന്നത് ഫ്യൂഷൻ, സോളിഡ് ലിക്വിഡ് ആവുന്നത് ഫ്യൂഷൻ. ഇനി ലിക്വിഡ് സോളിഡ് ആവുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് സോൾഡിഫിക്കേഷൻ. ഓക്കെ, ലിക്വിഡ് എന്തായി മാറുന്നു? സോളിഡ് ആയിട്ട് മാറുന്നുണ്ട്. നമ്മൾ അതിനെ പറയുന്ന പേര് സോൾഡിഫിക്കേഷൻ എന്നാണ് പറയുന്നത്. ലിക്വിഡ് സോളിഡായി മാറുന്ന പ്രോസസ്സിനെ പറയുന്ന പേര് സോൾഡിഫിക്കേഷൻ. ഇനി ലിക്വിഡ് എന്താകണം? ഗ്യാസ് ആയിട്ട് മാറുന്ന പ്രോസസ്സിനെ നമ്മൾ അത് പറഞ്ഞിരുന്നു അല്ലെ. ഗ്യാസ് ലിക്വിഡ് ആവുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് കണ്ടൻസേഷൻ. ഗ്യാസ് എന്തായി മാറണം? ലിക്വിഡ് ആയിട്ട് മാറുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് കണ്ടൻസേഷൻ. ഗ്യാസ് ലിക്വിഡായി മാറുന്ന പ്രോസസ്സിനെ പറയുന്ന പേര് കണ്ടൻസേഷൻ എന്നാണ് പറയുന്നത്. ഗ്യാസ് ലിക്വിഡായി മാറുന്ന പ്രോസസ്സിനെ പറയുന്ന പേര് കണ്ടൻസേഷൻ. അപ്പൊ അതിനൊരു എക്സാമ്പിൾ ആണ് നമ്മൾ ഈ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. എന്തെന്ന് പറയുന്നത്? LPG, ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ്. ഗ്യാസ് നമ്മൾ എന്ത് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്തു? ലിക്വിഡ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്താണ് നമ്മുടെ വീട്ടിലെല്ലാം സിലിണ്ടറിൽ LPG എന്ന ഫോമിൽ അത് ഉപയോഗിക്കുന്നത്. അപ്പൊ അവിടെ നടന്ന പ്രോസസ് എന്ന് പറയുന്നത് കണ്ടൻസേഷൻ. ഇനി ഗ്യാസ് സോൾഡ് ആവുന്ന പ്രോസസ്സിനെ പറയുന്ന പേര് ഡിപ്പോസിഷൻ. ഓക്കെ, അപ്പൊ നമ്മൾ കുറച്ചധികം പേരുകൾ പറഞ്ഞു. ഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ സോളിഡ് എന്തായി മാറുന്നു? ലിക്വിഡ് ആയി മാറുന്ന പ്രോസസ്സിനെ പറയുന്ന പേര് ഫ്യൂഷൻ. ഇനി ആ ലിക്വിഡ് എന്താകണം? ഗ്യാസ് ആകണം. അതിനെ പറയുന്ന പേര് വേപ്പറൈസേഷൻ. ഇനി ഗ്യാസ് എന്തായി മാറണം? സോളിഡ് ആയി മാറുന്ന പ്രോസസ്സിനെ നമ്മൾ പറയുന്ന പേര് ഗ്യാസ് സോളിഡ് ആവുന്നത് ഡിപ്പോസിഷൻ. ഗ്യാസ് സോളിഡ് ആവുന്നത് ഡിപ്പോസിഷൻ. ഇനി നേരെ തിരിച്ച് സോളിഡ് ഗ്യാസ് ആവുന്ന പ്രോസസ്സിനെ പറയുന്ന പേര് സബ്ലിമേഷൻ. ഓക്കെ, സോളിഡ് ഗ്യാസ് ആവുന്നത് സബ്ലിമേഷൻ, ഗ്യാസ് സോളിഡ് ആകുന്നത് ഡിപ്പോസിഷൻ. അതേപോലെ സോളിഡ് ലിക്വിഡ് ആകുന്നത് ഫ്യൂഷൻ, ലിക്വിഡ് സോളിഡ് ആകുന്നത് സോൾഡിഫിക്കേഷൻ. ലിക്വിഡ് ഗ്യാസ് ആവുന്നതിന് നമ്മൾ പറയുന്ന പേര് വേപ്പറൈസേഷൻ. ഇനി ഗ്യാസ് ലിക്വിഡ് ആവുന്ന പ്രോസസ്സിനെ പറയുന്ന പേര് കണ്ടൻസേഷൻ. ഓക്കെ, ഇത്രയുമാണ് നമുക്ക് ആ എഫക്ട് ഓഫ് ചേഞ്ച് ഓഫ് ടെമ്പറേച്ചറിലും പ്രഷറിലും പറയാനുള്ളത്. അപ്പം ദ സ്റ്റേറ്റ് ഓഫ് മാറ്റർ ഡിറ്റർമൈൻഡ് ബൈ ദ എഫക്ട് ഓഫ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. ഓക്കെ, ടെമ്പറേച്ചറിന്റെയും പ്രഷറിന്റെ എഫക്റ്റിലാണ് മാറ്ററിന്റെ സ്റ്റേറ്റ് നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ പഠിച്ചു വെക്കേണ്ട പോയിന്റ്സ്: സബ്ലിമേഷൻ പഠിക്കണം, കണ്ടൻസേഷൻ എന്താണെന്ന് പഠിച്ചു വെക്കുക, സോൾഡിഫിക്കേഷൻ, ഫ്യൂഷൻ, ഡിപ്പോസിഷൻ, ദെൻ വേപ്പറൈസേഷൻ. ഓക്കെ, ഇത്രയും എന്ത് ചെയ്യണം? ഏകദേശം 2, 4, 6 ടേംസ് പഠിക്കാനുണ്ട് കേട്ടോ. അപ്പം ഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സോളിഡ് ലിക്വിഡ് ആകുന്നത് ഫ്യൂഷൻ. അതേപോലെ ലിക്വിഡ് സോളിഡ് ആകുന്നത് സോൾഡിഫിക്കേഷൻ, ലിക്വിഡ് ഗ്യാസ് ആകുന്നത് വേപ്പറൈസേഷൻ, ഗ്യാസ് ലിക്വിഡ് ആകുന്നത് കണ്ടൻസേഷൻ. ഇനി സോളിഡ് ഗ്യാസ് ആകുന്നത് സബ്ലിമേഷൻ, ഗ്യാസ് സോളിഡ് ആകുന്നത് ഡിപ്പോസിഷൻ. ഓക്കെ, ജസ്റ്റ് ഒന്ന് കോറിലേറ്റ് ചെയ്ത് പഠിച്ചാൽ മതി, വലിയ പാടൊന്നുമില്ല. അപ്പൊ അത്രയുമാണ് എഫക്ട് ഓഫ് ചേഞ്ച് ഓഫ് സ്റ്റേറ്റിൽ നമുക്ക് പ്രഷറിന്റെയും ടെമ്പറേച്ചറിന്റെയും കാര്യം പറയാനുള്ളത്. പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് കേട്ട് പഠിക്കുക. നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്നു എങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്യുക. അപ്പം പുതിയൊരു കൺസെപ്റ്റ് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.